ഇനി നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ളതാണ് ഡിസിഷൻ ഫേസസ് ഇൻ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. ഡിസിഷൻ ഫേസസിന്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് ഇപ്പോൾ ഞാൻ കൊടുത്തിട്ടുള്ളത്. അതായത് ഞാൻ നേരത്തെ അതിന് മുന്നത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു സപ്ലൈ ചെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്താ ദ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ, പ്രോഡക്റ്റ് ആൻഡ് ഫണ്ട്സ് ആണ്. ഈ മൂന്ന് സംഭവത്തിന്റെയും ഫ്ലോ നടക്കുമ്പോൾ അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുക. ആ ഡിസിഷൻസ് എടുക്കേണ്ട ഫേസസിനെ കുറിച്ചിട്ടാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയാണ് നമ്മൾ തൊട്ട് മുന്നുള്ള വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, സപ്ലൈ ചെയിൻ സർപ്ലസ്. ഈ സപ്ലൈ ചെയിൻ സർപ്ലസ് റൈസ് ചെയ്യാന്നുള്ളതിനും കൂടി വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഡിസിഷൻസ് എല്ലാം എടുക്കുന്നത്. സോ സപ്ലൈ ചെയിൻ സർപ്ലസ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവുള്ളൂ, ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം സപ്ലൈ ചെയിൻ മാനേജ്മെന്റിന്റെ സക്സസ് എന്ന് പറയുന്നത് സപ്ലൈ ചെയിന്റെ സർപ്ലസ് ആണ്. സോ അപ്പൊ ഈ ഓരോ ഡിസിഷൻസും പ്രോപ്പർ ആയിട്ട് എടുക്കുക. അതിനെ കുറിച്ചുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് പറയുന്നത് ഡിസിഷൻ ഫേസസ് ഇൻ സപ്ലൈ ചെയിനിൽ. അപ്പം ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. 3 ഡിഫറെന്റ് സ്റ്റേജസ് അല്ലെങ്കിൽ 3 കാറ്റഗറീസ് ഓഫ് സപ്ലൈ ചെയിൻ ആണ് വരുന്നത്. 3 ഫേസസ് ഓഫ് സപ്ലൈ ചെയിൻ ആണ് വരുന്നത്. അതിനെ കുറിച്ച് നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഇതിൽ ഫസ്റ്റ് വരുന്നതാണ് സപ്ലൈ ചെയിൻ സ്ട്രാറ്റജി ഓർ ഡിസൈൻ. സപ്ലൈ ചെയിൻ സ്ട്രാറ്റജി അല്ലെങ്കിൽ ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി വരുന്ന കുറച്ച് വർഷങ്ങളിലേക്ക് എങ്ങനെ ആയിരിക്കണം സപ്ലൈ ചെയിൻ എന്നുള്ളത്, വരാൻ ഇരിക്കുന്ന വർഷങ്ങളിൽ എങ്ങനെ ആയിരിക്കണം സപ്ലൈ ചെയിന്റെ സ്ട്രക്ചർ എന്ന് തീരുമാനിക്കുന്നതാണ് എന്ത്, സപ്ലൈ ചെയിൻ സ്ട്രാറ്റജി അല്ലെങ്കിൽ ഡിസൈൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഇപ്പൊ ഈ സെവറൽ ഇയേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അതാണ് ഞാൻ നെക്സ്റ്റ് പോയിന്റായി എഴുതിയിട്ടുള്ളത്. എപ്പോഴും സപ്ലൈ ചെയിൻ സ്ട്രാറ്റജി അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുമ്പോൾ ലോങ് ടേമിലേക്കാണ് ചെയ്യുക. ബിക്കോസ് ഷോർട്ട് ടേമിലേക്ക് നമ്മൾ സപ്ലൈ ചെയിൻ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ വളരെ എക്സ്പെൻസീവ് ആയിരിക്കും. അതുകൊണ്ട് എപ്പോഴും ലോങ് ടേമിലേക്ക് ഒരു 10 വർഷത്തേക്ക് 20 വർഷത്തേക്ക് എന്നുള്ള രീതിയിലായിരിക്കും സാധാരണ രീതിയിൽ സപ്ലൈ ചെയിൻ്റെ സ്ട്രാറ്റജി അല്ലെങ്കിൽ ഡിസൈൻ തീരുമാനിക്കല്. ഇപ്പോഴും ഞാൻ സപ്ലൈ ചെയിൻ്റെ ഡിസൈൻ എന്താന്ന് കറക്റ്റ് പോയിന്റിലേക്ക് എത്തിയിട്ടില്ല, അത് ഞാൻ നെക്സ്റ്റ് പറയാം. നോക്കുക, ഇതാണ് കറക്റ്റായിട്ട് എന്താണ് സപ്ലൈ ചെയിൻ സ്ട്രാറ്റജി അല്ലെങ്കിൽ ഡിസിഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു സപ്ലൈ ചെയിൻ്റെ കോൺഫിഗറേഷൻ എന്തായിരിക്കണം, അതായത് സപ്ലൈ ചെയിൻ എങ്ങനെ ആയിരിക്കണം, അതിന്റെ റിസോഴ്സസ് എവിടെ നിന്ന് കിട്ടണം, അതല്ലെങ്കിൽ അതിന്റെ പ്രോസസ് ഓരോ സ്റ്റേജിലും എങ്ങനെ ആയിരിക്കണം അതിന്റെ പ്രോസസ് നടക്കേണ്ടത് എന്നുള്ളത്. ഇപ്പം ഒരു പെന്ന്, ഒരു എക്സാമ്പിൾ ഞാൻ തന്നെ പറയാം. ഒരു പെന്നാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുവെങ്കിൽ ആ പെന്നിന്റെ മൂടി നമ്മൾ എവിടുന്ന് കളക്ട് ചെയ്യണം, അതിന്റെ നിബ് നമ്മൾ എവിടുന്ന് കളക്ട് ചെയ്യണം, അതല്ല അതിന്റെ ഇങ്ക് നമ്മൾ എവിടുന്ന് കളക്ട് ചെയ്യണം, ഇത് ഏത് സ്റ്റേജസ് എങ്ങനെയൊക്കെ ചെയ്യണം. അതായത് നിബായിട്ട് വാങ്ങിയിട്ട് നമ്മൾ നമ്മളേതായിട്ടുള്ള കൂട് ഉണ്ടാക്കുകയാണെങ്കിൽ അത് അങ്ങനെ, അതല്ല ഇതൊന്നും നമ്മൾ എവിടുന്ന് പർച്ചേസ് ചെയ്യല, നമ്മൾ തന്നെ ഫുൾ ഉണ്ടാക്കുകയാണെങ്കിൽ അത് അങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അപ്പൊ ഓരോ സ്റ്റേജസ്. ഇപ്പൊ നമ്മൾ ആദ്യം റെഡിങ് ആണെങ്കിൽ അതങ്ങനെ, പിന്നെ ബ്ലൂയിങ് ആണെങ്കിൽ അതങ്ങനെ. അപ്പൊ നമ്മൾ എങ്ങനെയാണോ ഈ പ്രൊഡക്റ്റ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഹൗ ദ റിസോഴ്സസ് വിൽ ബി അലോക്കേറ്റഡ് അല്ലെങ്കിൽ വാട്ട് ആർ ദ പ്രോസസ് വി ആർ യൂസിങ് ഇൻ ഈ സ്റ്റേജസ്, അതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഫിഗർ ക്രിയേറ്റ് ചെയ്യലാണ് എന്ത് സപ്ലൈ ചെയിൻ സ്ട്രാറ്റജി അല്ലെങ്കിൽ ഡിസൈൻ എന്ന് പറയുന്നത്. ഇനി ഞാൻ നെക്സ്റ്റ് പറയുന്ന പോയിന്റ് ഒരു 1, 2, 3 എന്നിട്ട് ഞാൻ ഇങ്ങനെ എഴുതി പോകുന്നുണ്ട്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സപ്ലൈ ചെയിനിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ഞാൻ പറയുന്നത് സപ്ലൈ ചെയിൻ ഫംഗ്ഷൻ ഇൻ ഹൗസ്. സപ്ലൈ ചെയിൻ ഫംഗ്ഷൻ ഇൻ ഹൗസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞത് എന്താണ്, ഫംഗ്ഷൻ, എന്ത് ഫംഗ്ഷൻ ആണ് നടക്കേണ്ടത് ഈ ഹൗസിനകത്ത്, എന്ത് ഫംഗ്ഷനാണ് സപ്ലൈ ചെയിൻ നടക്കേണ്ടത് എന്നുള്ളതാണ് ഫസ്റ്റ് ഞാൻ പറയുന്നത്. പിന്നെ രണ്ടാമത്തത് പറയുന്നതാണ് the products to be manufactured or stored at various location. അതായത് ഏത് പ്രൊഡക്റ്റാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, അത് ഏത് ലൊക്കേഷനിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നത് ഈ ഒരു ഇതിൽ വരുന്ന ഒരു ആക്ടിവിറ്റിയാണ്.
നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള എക്സാമ്പിൾസ് ആണ്. പിന്നെ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്, അതായത് ഏത് ട്രാൻസ്പോർട്ടേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, പ്രൊഡക്ട്സ് ഇൻപുട്ട് ആക്കാനും പ്രൊഡക്റ്റ് ഔട്ട്പുട്ട് ആക്കാനും നമ്മൾ ഏത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. പിന്നെ വെയർ ഹൗസ് ഫെസിലിറ്റീസ്, വെയർ ഹൗസിംഗ് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നത്, അതായത് നമ്മളെ പ്രൊഡക്ട്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ആ ഒരു ടേമാണ് വെയർ ഹൗസിങ്. നമ്മൾ സ്റ്റോക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പർപ്പസ് ആണ് വെയർ ഹൗസിങ് ഫെസിലിറ്റീസ്. പിന്നെ നെക്സ്റ്റ് ഇപ്പൊ ഇത്രയൊക്കെയാണ് ഒരു എക്സാമ്പിൾ പറഞ്ഞത്. അതായത് ഇതിൽ ഹൗ വിൽ ബി ദ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് അല്ലെങ്കിൽ വാട്ട് വിൽ ബി ദ പ്രോസസ് എന്നുള്ളതിന്റെ ചില എക്സാമ്പിൾസ് ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ലാസ്റ്റ് ഒരു പോയിന്റ് ആണ് അൺസർട്ടനിറ്റി ഇൻ ആന്റിസിപ്പേറ്റഡ് മാർക്കറ്റ്. അൺസർട്ടനിറ്റി ഇൻ ആന്റിസിപ്പേറ്റഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ടേം ഞാൻ ഇതിന്റെ മുൻപ് പറഞ്ഞിട്ടുള്ള സെക്കൻഡ് പോയിന്റ് ഇന്റർ കണക്റ്റഡ് ആണ്. ബിക്കോസ് ഞാൻ നേരത്തെ പറയുന്നത് നിങ്ങളെടുത്ത് നമ്മളെപ്പോഴും സപ്ലൈ ചെയിൻ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ സ്ട്രാറ്റജി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോഴും ലോങ് ടേമിലേക്കാണ് ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളത്. ഇപ്പൊ ലോങ് ടേമിലേക്ക് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്കറ്റ് കണ്ടീഷൻസ് ചേഞ്ച് ചെയ്യാം. സോ നമ്മൾ എന്ത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോഴും പ്ലാൻ ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയാണ് എന്ത്, നമ്മളെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺസർട്ടൈൻ ആണ്. നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇന്നതായിരിക്കും ഫ്യൂച്ചറിൽ ഉണ്ടാവുന്നത്. ഇപ്പൊ നിങ്ങൾക്കറിയാം പണ്ട് നമ്മൾ കഴുകി ഉപയോഗിച്ചിരുന്ന ഫോട്ടോഗ്രാഫ്സ് ഇതൊക്കെ ആയിരുന്നു. ഇപ്പൊ നമ്മൾ എന്താണ് ക്യാമറകൾ ഇപ്പൊ വ്യത്യസ്തമായുള്ള രീതിയിലായി. ഇപ്പൊ കഴുകലും ഇതാക്കലൊന്നുമില്ല, പെട്ടെന്ന് മിനിറ്റുകൾക്കുള്ളിൽ നമ്മളെ ഫോട്ടോസ് അവൈലബിൾ ആവുന്നപ്പോൾ ഡ്രാസ്റ്റിക് ചേഞ്ചസ് ആണ് സംഭവിക്കുക. അപ്പോൾ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല എന്ത് മാർക്കറ്റ് കണ്ടീഷൻസ് നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ ആവണം എന്ന് നമുക്ക് ഒരിക്കലും ഫ്യൂച്ചറിൽ പറയാൻ പറ്റില്ല. ഇറ്റ് വിൽ ബി അൺസർട്ടൈൻ. നെക്സ്റ്റ് വരുന്ന സെക്കൻഡ് ഡിസിഷൻ ഫേസ് ആണ് സപ്ലൈ ചെയിൻ പ്ലാനിങ്. സപ്ലൈ ചെയിൻ പ്ലാനിങ് സപ്ലൈ ചെയിൻ ഡിസൈൻ പോലെയല്ല. സപ്ലൈ ചെയിൻ പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ ഒരു ക്വാർട്ടർ ടൈം ഫ്രെയിം, ആ ഒരു കൃത്യമായിട്ടുള്ള ഒരു സമയത്തേക്ക് വേണ്ടി മാത്രമേ എന്തുണ്ടാവുള്ളൂ, പ്ലാനിങ് കണ്ടക്ട് ചെയ്യുള്ളൂ. പിന്നെ ഈ സപ്ലൈ ചെയിൻ പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്ലൈ ചെയിൻ സപ്ലൈ ചെയിൻ ഡിസൈനിൽ നമ്മൾ ഒരു കോൺഫിഗറേഷൻ ഡിറ്റർമൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കോൺഫിഗറേഷൻ ഡിറ്റർമൈൻ ചെയ്തതിന്റെ അത് ജസ്റ്റ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഇവിടെ വരുള്ളൂ, സപ്ലൈ ചെയിൻ പ്ലാനിങ്ങിൽ വരുള്ളൂ. അതായത് ഒരു പ്രൊഡക്റ്റിന്റെ മുഴുവനായിട്ടുള്ള കാര്യങ്ങൾ സപ്ലൈ ചെയിൻ ഡിസൈനിലാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഇവിടെ തീരുമാനിക്കുള്ളൂ, സപ്ലൈ ചെയിൻ പ്ലാനിങ്ങിൽ തീരുമാനിക്കുള്ളൂ. അതായത് സപ്ലൈ ചെയിൻ പ്ലാനിങ്ങിന്റെ ബേസിക് ആയിട്ടുള്ള എയിം അല്ലെങ്കിൽ ഗോൾ എന്ന് പറയുന്നത് മാക്സിമൈസിങ് സപ്ലൈ ചെയിൻ സർപ്ലസ്. സപ്ലൈ ചെയിൻ്റെ സർപ്ലസ് ഞാൻ നേരത്തെ പറഞ്ഞ ടേമാണ് സപ്ലൈ ചെയിൻ സർപ്ലസ്. ആ ഒരു സർപ്ലസ് ഇൻക്രീസ് ചെയ്യിപ്പിക്കലാണ് സപ്ലൈ ചെയിൻ പ്ലാനിങ്ങിന്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നിങ്ങൾ കാണുന്നത് ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സപ്ലൈ ചെയിൻ പ്ലാനിങ്ങിലും എന്ത് ആക്ടിവിറ്റീസ്, എനിക്ക് കുറച്ചുകൂടി അതിൻ്റെ ആ ഒരു ഡിഫറൻസ്, ഷോർട്ട് ടേം എന്ന് പറയുമ്പോൾ എന്താണ് ഈ ഷോർട്ട് ടേമിൽ സാധാരണ ഒരു കമ്പനി ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ താഴെ പറയുന്നത്. അതായത് വിച്ച് മാർക്കറ്റ്സ് വിൽ ബി സപ്ലൈഡ് ഫ്രം വിച്ച് ലൊക്കേഷൻ, ഒരു ലൊക്കേഷനിൽ ഏത് മാർക്കറ്റിൽ എങ്ങനെ സപ്ലൈ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുക നമ്മൾ. പക്ഷെ മറ്റേതിൽ പറയുമ്പോൾ ഡിസൈനിൽ പറയുമ്പോൾ ഇപ്പോൾ ഫുൾ മാർക്കറ്റ് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൽ ഇന്ന മാർക്കറ്റ് ഇന്ന ഏരിയ എന്നൊക്കെ ഉള്ളത് പിന്നെ നമ്മൾ സെക്കൻഡറി ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഇത് പ്ലാനിങ്ങിൽ വരുന്നത്. പിന്നെ രണ്ടാമത്തേത് സബ് കോൺട്രാക്ടിങ് ഓഫ് മാനുഫാക്ചറിങ്. അതായത് ഓൾറെഡി കോൺട്രാക്ട് നമ്മൾ ചെയ്തിട്ടുണ്ടാവും, ഇതിലെന്താ വരുന്നത് സബ് കോൺട്രാക്ടിങ് ആണ്. അത് അവർ തന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഇന്നത് എന്നുള്ളത് മുൻകൂട്ടി നമ്മൾ തീരുമാനിച്ച് ജസ്റ്റ് പ്ലാൻ ചെയ്ത് വെക്കുക. പിന്നെ പറയുന്നതാണ് ഇൻവെന്ററി പോളിസീസ് ടു ബി ഫോളോഡ്. ഇൻവെന്ററി ഓൾറെഡി നമ്മൾ തീരുമാനിച്ചു, പക്ഷെ അതിന്റെ പോളിസീസ് ഏതൊക്കെ ഉണ്ടായിരിക്കണം എന്നുള്ളത് ഇതൊക്കെ ഒരു സെക്കൻഡറി പർപ്പസ് അല്ലെങ്കിൽ ഷോർട്ട് ടേമിലേക്ക് വരുന്നതാണ് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് ടൈമിംഗ് ആൻഡ് സൈസ് ഓഫ് മാർക്കറ്റിംഗ് ആൻഡ് പ്രൈസ് പ്രമോഷൻ. എത്ര സമയത്തിൽ അല്ലെങ്കിൽ എത്ര സൈസിലാണ് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ പ്രൈസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ആക്ടിവിറ്റീസ് നിങ്ങൾ മാർക്കറ്റിംഗിൽ പഠിച്ചിട്ടുള്ളതാണെന്ന് എനിക്കറിയാം. സോ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ചെയ്യേണ്ടത്, അത് എങ്ങനെ ചെയ്യണം, എത്ര സമയത്തിൻ്റെ ഉള്ളിൽ ചെയ്യണം, എത്ര സൈസ് ഓഫ് മാർക്കറ്റ് ഫോക്കസ് ചെയ്യണം എന്നുള്ളതൊക്കെ തീരുമാനിക്കും. ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഷോർട്ട് ടേമിലേക്കുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെന്ത് പറയുന്നത് സപ്ലൈ ചെയിൻ പ്ലാനിങ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് തേർഡ് വൺ ആണ്
നെക്സ്റ്റ് തേർഡ് വൺ ആണ് സപ്ലൈ ചെയിൻ ഓപ്പറേഷൻ. സപ്ലൈ ചെയിൻ ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഹാവ് ഇമ്പാക്ട് ഓൺ ഓവറോൾ പ്രോഫിറ്റബിലിറ്റി ആൻഡ് സക്സസ്. അതായത് നമ്മൾ ഡിസൈൻ ചെയ്തു, പ്ലാൻ ചെയ്തു, ആ ഡിസൈൻ ചെയ്തും പ്ലാൻ ചെയ്ത കാര്യം എന്ത് ചെയ്യാണ്, ഇറ്റ് വോണ്ട് ടു ബി ഇംപ്ലിമെന്റ്, അല്ലെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഓപ്പറേറ്റഡ്. അതാണ് എന്ത് പറയുന്നത്, സപ്ലൈ ചെയിൻ ഓപ്പറേഷൻ. അത് നമ്മൾ പ്ലാൻ ചെയ്ത കാര്യം ഇംപ്ലിമെന്റ് ചെയ്താൽ എന്തുണ്ടാവുള്ളൂ, നമ്മളെ കമ്പനീന്റെ ഓവറോൾ പ്രോഫിറ്റ് ആയാലും സക്സസ് ആയാലും ഉണ്ടാകാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ പ്രത്യേകിച്ച് നോട്ട് ചെയ്യേണ്ട കാര്യം, ഈ 3 കാര്യങ്ങളും ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ടൈം ഫ്രെയിം വർക്ക്. അതായത് ഒരു കൃത്യമായിട്ടുള്ള സമയമുണ്ട്, ആ സമയം നിശ്ചയിച്ചതിന്റെ ഉള്ളിലായിട്ട് നടപ്പാക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഇത് 3 നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 3 ഡിസിഷൻസ്.